കാത്തിരിപ്പിന് വിട വാഗ്ദാനം ചെയ്യപ്പെട്ട സാമ്രാജ്യം തന്റെ കാൽ കീഴിലാക്കാൻ പടക്കളത്തിലേക്ക് മഞ്ഞ പടച്ചട്ടയണിഞ്ഞ് അവൻ ഇറങ്ങി വരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ പണ്ടേ വിരമിച്ചിരുന്ന അല്ലെങ്കിൽ സന്ദേശ് ഇങ്ങനെ നിന്നും എടുത്തു മാറ്റിയ ആ ഐക്കോണിക് നമ്പർ ജേഴ്സി അണിഞ്ഞ് ബികാഷ് ഷിംനം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയുടെ കാവലാളാവാൻ ഇന്ന് അണിനിരക്കുകയാണ്. ഹോർമിബാർ റോയിബ കണ്ടിന്യൂസ് യെല്ലോ കാർഡ് മൂലമുള്ള സസ്പെൻഷൻ വാങ്ങിച്ച് കളിക്കളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ആ സ്ഥാനത്തിന് ആരായിരിക്കും അർഹൻ എന്നുള്ള ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരം മാത്രം. യൂറോപ്യൻ റേറ്റിംഗിൽ പോലും വന്നിട്ടുള്ള ഇന്ത്യൻ താരമായ ബികാഷ് ഷിംനം എന്ന ഇന്ത്യൻ ഫുട്ബോളിലെ ഫ്യൂച്ചർ സെൻസേഷൻ ഡിഫൻസീവ് ജയന്റ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന, എന്നാൽ കാലം പോകുന്ന വഴിയിൽ എവിടെയോ വെച്ച് പാതി വഴിയിൽ എവിടെയോ വെച്ച് ആ പ്രതിഭയുടെ മങ്ങൽ കുറഞ്ഞുപോയി. ബികാഷ് ഷിംനത്തിനെ പലരും മറന്നുപോയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തനിക്ക് നഷ്ടപ്പെട്ടു പോയ തന്റെ പ്രതാപവും കാലിബറും പ്രതിഭയും വീണ്ടും പിടിച്ചെടുക്കാൻ ഇന്ത്യൻ ഫുട്ബോളിൽ പ്രതിരോധ മേഖലയിൽ തന്റെ സാമ്രാജ്യം വീണ്ടും ഊന്നി അവിടെ തന്റെ വെന്നിക്കൊടി ഊട്ടി ഉറപ്പിക്കുവാൻ കച്ചകെട്ടി ബികാഷ് ഷിംനം ഇന്ന് അരങ്ങേറ്റത്തിന് തുടങ്ങിയാണ്. തള്ളി എവിടെയോ പോയി. പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സീസണിന്റെ പകുതിയിൽ വെച്ച് സൈൻ ചെയ്ത യുവ പ്രതിരോധ നിര താരമായിട്ടുള്ള ബികാഷ് ഷിംനം ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അരങ്ങേറും എന്നാണ് ഇന്റർണലി കിട്ടുന്ന റിപ്പോർട്ടുകൾ. അപ്പം നഷ്ടപ്പെട്ടു പോയ തന്റെ സാമ്രാജ്യവും വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദത്ത ഭൂമിയായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഐക്കോണിക് നമ്പർ ജേഴ്സിയിൽ ആരാധകരുടെ പ്രിയപ്പെട്ട പുത്രനായി മാറാൻ തെക്കിന്റെ പടനായകൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കാലത്ത് സന്ദേശ് ജിങ്കൻ അണിഞ്ഞ അതേ നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ബികാഷ് ഷിംനം തനിക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട വാഗ്ദത്ത സാമ്രാജ്യം പിടിച്ചെടുക്കുവാൻ മഞ്ഞപ്പടച്ചട്ട അണിഞ്ഞ്, മഞ്ഞപ്പടച്ചട്ട എന്ന് പറയാൻ പറ്റത്തില്ല, ബാക്ക്ഗ്രൗണ്ടിൽ ഏത് ജേഴ്സി അണിഞ്ഞിട്ടായിരിക്കും കളിക്കാൻ ഇറങ്ങുക എന്നൊന്നും അറിയില്ല. അപ്പം എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്ന് ബികാഷ് ഷിംനത്തിന്റെ അരങ്ങേറ്റം ഉണ്ടായിരിക്കും. ഇടയ്ക്ക് കുറച്ച് ബ്ലാ തള്ളുകളൊക്കെ തള്ളി, അതിന് മാപ്പ്.